മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. എന്തും പറയാനുള്ള പാർട്ടി ഓഫീസ് അല്ല ഇത്. ശ്രീ അനിൽകുമാർ മനസ്സിലായിക്കോണം. അത് അങ്ങോട്ട് തന്നെ ചോദിച്ചാ മതി. ശ്രീ അനിൽകുമാർ, അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഈ രാജേഷ് കൃഷ്ണ ആരാണ്? പാർട്ടിയുടെ ആരാണ്? അല്ല, ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചോട്ടെ കേട്ടോ. ആദ്യം ഒരു 14 മിനിറ്റായിട്ട് നിങ്ങളിങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ 9.5 കൊല്ലമായി അധികാരത്തിൽ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2 ഗവൺമെൻറ്റുകൾ, അതിലെ അഭിമാനികളായ മന്ത്രിമാർ, വളരെ അഭിമാന പുരസ്സരം തലയുയർത്തി നിൽക്കുന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിൻ്റെ നേതാക്കൾ, അവരെക്കുറിച്ചെല്ലാം ഏതെങ്കിലും ഒരു വാറോല ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് വെച്ചിട്ട് ചർച്ച ചെയ്യാനധിക്കുന്ന ഈ നാട്ടിലെ മാധ്യമങ്ങളെ ഓർത്ത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള സന്തോഷമാണ് ഞാൻ പങ്കിടുന്നത്. ആരെങ്കിലും വിഡ്ഢിത്തര എഴുന്നള്ളിച്ച് എന്തെങ്കിലും എഴുതി കൊടുത്താൽ ഉടനെ അതിൻ്റെ അറ്റത്ത് പിടിച്ച് മസാല ബോർഡിനെ കുഴപ്പത്തിലാക്കി. മാധ്യമ പ്രവർത്തകനാണെങ്കിൽ അല്പം വിവരം വേണം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഞാൻ സുരേഷ് കുമാറോട് പറയുന്നത് വിവരമില്ലാഞ്ഞിട്ടല്ല. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭ്രാന്തും മുതലാളിമാരെ പ്രീണിപ്പിക്കാനുള്ള നിങ്ങളുടെ ജ്വരയുമാണ് ഈ മസാല ബോണ്ട്. അതിൽ എന്താ മസാല ബോണ്ടിൽ എന്താ എന്തെങ്കിലും കിട്ടിയ ഉടനെ മാർക്സിസ്റ്റ് പാർട്ടി കിട്ടി ചാമ്പാൻ നടക്കരുത്. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് 2 വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അങ്ങനെ ചാമ്പാൻ നടന്നതിന്റെ ഗുണമാണ് ഇപ്പൊ ഈ വർത്തമാനം പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഞാൻ അതിൽ കിടന്ന് ഗുസ്തി പിടിക്കാൻ ഞാൻ പറയാം. 14 മിനിറ്റ് കട്ടല്ലോ. ഒന്നാമത്തെ കാര്യം അല്ലല്ല, എന്തും പറഞ്ഞു പോയാൽ കേൾക്കാനിരിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ മസാല ബോണ്ടെന്ന് പറഞ്ഞത് എഴുതി കൊടുത്ത പരാതിയിൽ കാര്യമാണ്. എന്റെ അഭിപ്രായമല്ല. നമ്പർ 1. അല്ല, അത് താങ്കളുടെ കയ്യിരുന്നാ മതി. താങ്കളുടെ കയ്യിരുന്നാ മതി. താങ്കളുടെ കയ്യിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ വായി തിരികെ എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞത്. പരാതിയിൽ എഴുതി കൊടുത്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പരാതിയിൽ കോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിന്റെ വസ്തു 14 മിനിറ്റ് ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അതിനൊന്നും ഇല്ലേ? എണീറ്റ് പോകാനല്ല വന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം, ഈ കേരളത്തോട് ജയിക്കുന്ന തെമ്മാടിത്തരം, ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുക. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. എന്തും പറയാനുള്ള പാർട്ടി ഓഫീസ് അല്ല ഇത്. ശ്രീ അനിൽകുമാർ മനസ്സിലായിക്കോണം. എന്തും പറയുന്ന ഒരു ഓണറുടെ കീഴിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. എന്തും പറയുന്ന ഒരു ഓണറുടെ കീഴിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. അനിൽകുമാർ, 60 കൊല്ലം ഞാൻ വീണ്ടും മര്യാദയ്ക്ക് താങ്കളോട് പറയാണ്, പാർട്ടി കമ്മിറ്റികൾ സംസാരിക്കുന്ന രീതിയിൽ തരംതാണ ഭാഷ ഈ ഫ്ലോറിൽ വന്ന് പ്രയോഗിക്കരുത്. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഏഷ്യാനെറ്റ് ചെയ്യുന്ന പോലെ തരംതാണ പരിപാടി ഈ നാട്ടിൽ ആരും നടത്താറില്ല. അത് കാണുന്ന ജനങ്ങൾ തരംതാണെന്ന് പറഞ്ഞല്ല, വേറൊരു വാക്ക് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ സംസാരം പറയേണ്ടി വന്നത് ഒരു സ്ഥാപനത്തെയും ചർച്ച നയിക്കുന്ന ആളുകളെയും മര്യാദയില്ലാതെ ഇകഴ്ത്തുന്ന രീതിയിലും മോശം പദങ്ങളും പറഞ്ഞാൽ അത് കേട്ട് വിഴുങ്ങിയിരിക്കുന്ന ആളുകളല്ല ഇവിടെ ഇരിക്കുന്നവർ. അതുകൊണ്ട് പറഞ്ഞാണ് വേണ്ടായിരുന്നു. താങ്കൾക്ക് ഉത്തരം പറയാം. 14 മിനിറ്റ് ഇവിടെ വിളമ്പിയത് വിഴുങ്ങാൻ വന്ന ഒരാളല്ല ഞാൻ. എന്റെ പാർട്ടിക്ക് അത് വിഴുങ്ങേണ്ട സൗകര്യമില്ല. ഞങ്ങളെ അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കണ്ട. അല്ലല്ല, നിങ്ങൾ വിളിച്ചിട്ടാ വന്നേ. നിങ്ങൾ നിർബന്ധിച്ചില്ലെന്നാണ് പറഞ്ഞത്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നിങ്ങളോട് വർത്താനം പറയാൻ ഞാൻ പറയട്ടെ. എന്നാ പിന്നെ വിഴുങ്ങാൻ കേട്ടു. നിങ്ങളിവിടെ വിളമ്പിയത് എന്താണ്? നിങ്ങൾ വിളമ്പിയത് കേരളത്തിൻ്റെ അഭിമാനമായ മസാല ബോണ്ട് വിവാദത്തിലായി. അപ്പോൾ നിങ്ങളൊരു മാധ്യമപ്രവർത്തകർക്ക് അല്പം തലയ്ക്ക് വെളിവ് വേണ്ടേ? ഈ മസാല ബോർഡ് എന്ന് പറഞ്ഞ പരിപാടി ഏതെങ്കിലും ഒരു രാകേഷ് കൃഷ്ണ അവിടെ പോയിരുന്ന ഉണ്ടാകുന്ന സാധനമാണോ? നിങ്ങൾ കേരളത്തിനെതിരാണ് ഏഷ്യാനെറ്റ്. നിങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ചാനലായിട്ട് ഒരു മസാല ബോർഡ് എന്ന് ഒരുത്തം പറഞ്ഞു ഉടനെ അതിൻ്റെ അറ്റത്ത് പിടിക്കുകയാണ്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കുറെ നേതാക്കന്മാരെ ഞാൻ പരാതിയിൽ ഉന്നയിച്ച ഫിഷറീസ് പദ്ധതിയുടെയും മസാല ബോണ്ട് അടക്കമുള്ള കാര്യങ്ങളിലും രാജേഷ് കൃഷ്ണ നുഴഞ്ഞു കയറിയെന്ന് അന്വേഷിക്കണമെന്ന് പോലീസ് ചീഫിനും
സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്കും കൊടുത്ത പരാതിയിലെ കാര്യമാണ് പറഞ്ഞത്. അതെ അതെ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, താങ്കൾ ആ ഭാഗം മാത്രം പിടിച്ചുരുണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ വഴിക്ക് വിടുകയാണ്. എൻ്റെ ചോദ്യം നേരിട്ടുള്ളതാണ്. രാജേഷ് കൃഷ്ണ CPI-നെ സംബന്ധിച്ച് ആരാണ്? രാജേഷ് കൃഷ്ണയിൽ ഊന്നിയാണ് CPI-നെതിരെ ഷർഷാദിന്റെ ആരോപണങ്ങൾ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആരെങ്കിലും ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് എന്താ റിവേഴ്സ് കവാല, പിന്നെന്താണ് അവതാരങ്ങൾ? ഏതവതാരം? ഇവിടെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, എന്താണ് പറഞ്ഞത്? മത്സ്യത്തിൻ്റെ ഏതാണ്ട് ഒരു പദ്ധതി, ഫിഷറീസ് പദ്ധതി. ഞാൻ വെല്ലുവിളിക്കുകയാണ്, കേരളത്തിൻ്റെ 9.5 കൊല്ലത്തിനടക്കുള്ള ഏതെങ്കിലും പദ്ധതി കളങ്കിതമാണെങ്കിൽ തെളിവ് തരാൻ ഏഷ്യാനെറ്റിനെ വെല്ലുവിളിക്കുകയാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഒരാളുടെ സൗജന്യം നേടണ്ട. ഈ കടലാസ് ഒന്നും ഇവരാരും കൈവച്ചോണ്ടിരിക്കേണ്ട, അങ്ങ് കൊടുക്കുക പൊതുപഠനത്തിൽ. കള്ളം പറഞ്ഞാൽ എഴുതാനുള്ള മാധ്യമങ്ങൾ കേരളത്തിലുണ്ടല്ലോ. 2022 മുതൽ പരാതി കൊടുത്ത് നാടുനീളെ നടന്ന് പാർട്ടിക്കും പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾക്കുമെതിരെ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷർഷാദിനെതിരെ ഒരക്ഷരം പറയാൻ നട്ടലില്ലാത്ത ഒരു പാർട്ടിയുടെ സെക്രട്ടറിയും അതിൻ്റെ പ്രതിനിധിയും ആ പരാതിയിലെ വാദങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച ഏഷ്യാനെറ്റ് ന്യൂസിനും അതിൻ്റെ അവതാരകനും എതിരെ കിടന്ന് ഈ പറയുന്നതിൻ്റെ രഹസ്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് കാണുന്ന ജനം വിധിക്കട്ടെ. കറണ്ട് പോയാ കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇതൊക്കെ ആരുടെ വായിലൂടെ വന്നതാണ്, അല്ലെങ്കിൽ ആരുടെ പരാതിയിലൂടെ വന്നതാണ്? അതിനെതിരെ നിങ്ങൾക്ക് പരാതിയുണ്ടോ? അതിനെതിരെ നിങ്ങൾക്ക് അന്വേഷണമുണ്ടോ? അയാൾക്കെതിരെ ഒരു കേസ് എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആദ്യം നിങ്ങൾ വിഡ്ഢിത്തരം പറയാതിരിക്കണം. ഒന്ന് ഏതെങ്കിലും ഒരുത്തൻ എവിടേക്കെങ്കിലും ഒരു കത്ത് എഴുതിയ ഉടനെ അതിന്റെ പുറകെ ഡിഫാമേഷൻ നടക്കാൻ സൗകര്യപ്പെടുകയല്ല. എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് മുതലേ വൃത്തികെട്ട ജന്തുക്കളാണ്. നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് എന്നാ വിചാരിച്ചിരിക്കുന്നത്? ഈ പാർട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഉടനെ ഇളകി കിടക്കുന്ന പാർട്ടിയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായിട്ട് പറയുന്നു. ഇന്നലത്തെ മുഹമ്മദ് ഷർഷാദ് മറുപടി അർഹിക്കുന്ന ആളല്ലാത്തത് കൊണ്ടാണ് പാർട്ടി മറുപടി നൽകാത്തത്, നടപടി എടുക്കാത്തത്. അതാണോ താങ്കളുടെ വാദം? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. അല്ല, ഞാൻ ആദ്യം ഒന്നുകൂടെ ചിരിച്ചോട്ടെ. എന്തുകൊണ്ടാണ് PV ചർച്ച ചെയ്തൊരു വിഷയത്തിൽ അസാധാരണമായ രീതിയിൽ ഒരു പാർട്ടി കോൺഗ്രസിലത്തെ ഒരു പ്രതിനിധിയെ മാറ്റി നിർത്തിയത്? ഈ പരാതികൾ അപ്പോൾ പാർട്ടിയുടെ ശ്രദ്ധയിലുണ്ടല്ലോ. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട പരാതി പാർട്ടി എന്ത് ചെയ്തു? ചർച്ച ചെയ്തോ? അന്വേഷിച്ചോ? അതോ ചവറ്റുകൊട്ടയിൽ കളഞ്ഞോ? അവിടെയാണ് ഈ പരാതിക്കാരൻ തന്നെ നിങ്ങളോട് ഈ ചാനലിൽ നിന്ന് പറഞ്ഞു, എൻ്റെ പരാതി പരിഹരിക്കപ്പെട്ടു. ആദ്യം കോടിയേരി ബാലകൃഷ്ണൻ അടുത്ത് ഞാൻ പരാതി കൊടുക്കുന്നു. കോടിയേരി ഇയാളെ അകറ്റി നിർത്തി. അല്ല, അയാൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അയാൾ പറയുന്നത് CPI-ന്റെ പരമോന്നത ഫോറത്തിൽ അതിന്റെ സമുന്നതരായ നേതാക്കൾക്കെതിരെ കിട്ടിയ പരാതി പാർട്ടി പരിശോധിച്ചോ? ചർച്ച ചെയ്തോ? പരിശോധിക്കാൻ യോഗ്യതയില്ലാത്തതുകൊണ്ട് ചവറ്റുകൊട്ടയിൽ കളഞ്ഞോ? കാര്യം CPI-ന്റെ ഒരു പരമോന്നത നേതാവിനെതിരെ പരാതിയില്ല. നിങ്ങൾ ആദ്യം ആ ആഖ്യാനം അങ്ങോട്ട് എടുത്ത് ദൂരോട്ട് കളാം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയും മുൻ സ്പീക്കറുമായ MP രാജേഷിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോകും. P രാജീവിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പരാതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആ പരാതിയിൽ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം കളങ്കിതരാകുമോ? തോമസ് ഐസക്ക് ആ വീട്ടുകാരെ സഹായിച്ചു. തോമസ് ഐസക് ആർജവത്തോടെ പറഞ്ഞല്ലോ. തോമസ് ഐസക്കിന് മാനമുണ്ട്, അദ്ദേഹം കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. പ്രകാശ് കാരാട്ട് പറയുന്നു, ശിവൻകുട്ടി പറയുന്നു, MA ബേബി സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് സെക്രട്ടറി അതിൽ മറുപടി പറയാത്തെ? പാർട്ടി സെക്രട്ടറിക്ക് ഇതിലൊരു ബന്ധമില്ലെന്ന്. പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ നുണ പ്രചരിപ്പിച്ചു എന്നുള്ളത് തെളിഞ്ഞില്ലേ? വെരി കൺവിൻസിംഗ്. അൽകുമാർ പറയുന്നു, അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിച്ചതില്ല. അയാൾ പറയുമോ? ഇവിടെ തെളിഞ്ഞ കാര്യം എന്താണ്? അയാൾ ഇന്നലെ ഏഷ്യാനെറ്റ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞാൻ ഏഷ്യാനെറ്റ് വോട്ട് ചെയ്ത് പറയുന്നു. ഇന്നലെ അദ്ദേഹം ഞാനൊന്ന് പൊട്ടിച്ചിരിക്കുകയാണ്.